ചർച്ചകളില്ലാതെ ചാനലില്ല. എന്തിനും ഏതിനും ചർച്ച വേണം. വളരെ എളുപ്പമുള്ള പണിയാണ് ചർച്ച സംഘടിപ്പിക്കൽ എന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷേ ചർച്ചയ്ക്ക് അതിഥിയാക്കാൻ ആളെ വിളിക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. 8 ദിവസം എന്റെ പുറകെ നടന്നു ചാനലുകാരെല്ലാം കൂടെ. ഒന്ന് പറ, എന്താ 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 ഞാനില്ലെന്ന് പറഞ്ഞു. നമ്മളില്ല. ചർച്ച വീട്ടിൽ തോമസിന്റെ കൂടെ ചർച്ച, മറ്റേ തോമസിന്റെ കൂടെ ചർച്ച, മറിയാമ്മ ചെടുത്തിയുടെ കൂടെ ചർച്ച എന്നും പറഞ്ഞു. എന്റെ ഇതൊന്നും കിട്ടുമെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പോ എന്നെ കുറിച്ചാൻ തെറ്റാനാണോ? എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനങ്ങ് പോവും. ഇവരല്ലേ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഈ ടിവിക്കാരെ ചാനലുകാരൊക്കെ കിടന്ന് പെണ്ണ് കെട്ടി എട്ടണ്ടാതെ ഒന്നുകൂടെ കെട്ടിക്കും. വരട്ടെ ഒന്നുകൂടെ. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ പണി. നല്ല കാര്യമില്ലോ ചെയ്യുന്നത്. വേണ്ടേ? വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞ ഭാഷ വളരെ മോശമായി പോകുന്നുണ്ട്. ഇനി ചർച്ചയ്ക്ക് വരുന്നവർ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ലത് പറയുമെന്ന് കരുതേണ്ട. അതിഥിയാകാൻ മനസ്സുള്ളവരെ കൂടി പിന്തിരിപ്പിക്കുന്നവർ നാട്ടിൽ ധാരാളമാണ്. നാട്ടിൽ എന്ത് തകരാറുണ്ടായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കുത്തുത്തു. ഇപ്പൊ പുലി നാഴക്കിറങ്ങി. ഇപ്പൊ പുലി അവിടെ ഇറങ്ങിയല്ലോ, എല്ലാരും കൂടി തച്ചാണ് കൊണ്ടു. അതെങ്ങനെ എഴുതുക? നാട്ടിലേക്ക് ഇറങ്ങിയ പുലിനെ തച്ചു കൊന്നു. തച്ചു കൊന്നതിന്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചനയുണ്ട്. അത് പറഞ്ഞ അപ്പൊ തന്നെ ആ ടിവിയിൽ 8 മണി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ വെള്ളടിപ്പിച്ചിരുത്തിയിട്ടുണ്ടാവും. ഓരോട് ചോദിച്ചാൽ മതി. എന്താണ്? ഭയങ്കര ഗൂഢാലോചനയാണ്, വമ്പിച്ച ഗൂഢാലോചന. ആ പുലിയുടെ അമ്മയുടെ കണ്ണുനീരിന്റെ അളവ് മനസ്സിലാക്കില്ല ഈ മാർക്സിസ്റ്റ് കശ്മലന്മാർക്ക്. അപ്പൊ തെരുവിലൊരു പെൺകുട്ടി ഉണ്ടാവും, ഓരോരുത്തിന്റെ അടുത്തിരിക്കുന്നുണ്ടാവും. എന്താണ് അഭിപ്രായം? ഈ കൊലപാതകത്തിൽ മന്ത്രിപുത്രന് പങ്കുണ്ട്. പിന്നെ അങ്ങണ്ടായി മന്ത്രിപുത്രൻ ആ വഴിക്ക് പോയി. ഇതിലും വലിയ വെല്ലുവിളിയാണ് ചാനലിന് പരസ്യം പിടിക്കാനും നടത്തിപ്പിനുള്ള പണം കണ്ടെത്താനുമുള്ള ഓട്ടം. ആ പണിയുടെ വേദന അത് ചെയ്യുന്നവർക്കേ അറിയൂ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പരസ്യത്തിന് ശ്രമിക്കുമ്പോഴാണ് അതിനെ ചൊല്ലിയുള്ള ക്രൂരമായ പരിഹാസം. 3 ചാനലുകളിലാണ് ലൈവ് ടെലികാസ്റ്റ് കാണിക്കുന്നത്. 1 സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥയിലുള്ള SS മ്യൂസിക്, 2 കൈരളി, 3 കൈരളി പീപ്പിൾ. ഈ 3ലാണ് ലൈവ് ടെലികാസ്റ്റ് ഉള്ളത്. കൈരളിയുടെ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞു, അത് എവിടെ നിന്ന് എടുക്കുന്നു എന്നത് ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ ഡൗൺലിങ്ക് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾ വേറെ ചാനലുകാരൊന്നും ചെയ്യുന്നില്ല. അത് വേറെ ചാനലുകാരായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. അപ്പം എന്തിനാ? അപ്പോൾ അത് അതിനേക്കാളും വലിയ കുഴപ്പമാണല്ലോ. അതായത് ലോട്ടറി മാഫിയ ഏതോ ഒരു സ്ഥലത്തിരുന്ന്, കേരള ഗവൺമെന്റിനും കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് പോലും അറിയാത്ത ഒരു സ്ഥലത്തിരുന്ന് നറുക്കെടുപ്പ് നടത്തുന്നു. ഈ ചട്ടത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? പകൽ വെളിച്ചത്തിൽ ജഡ്ജിങ് കമ്മിറ്റിയുടെ മുമ്പാകെ സുതാര്യമായി നറുക്കെടുപ്പ് നടത്തണമെന്നാണ്. കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് പോലും അറിയില്ല ഇത് എവിടെയാണ് നടത്തുന്നതെന്ന്. എന്നിട്ട് അവർ എയറിലേക്ക് ഇത് ചെയ്യുന്നു അല്ലേ, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു കൈരളി ചാനലും പീപ്പിൾ ചാനലും. നിങ്ങളാരും വേറെ ചാനലുകളാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതെന്താ? ഈ ലോട്ടറിയുടെ ഫലം പാവപ്പെട്ട കൂലിപ്പണിക്കാരനെയും സാധാരണക്കാരനെയും അറിയിക്കാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടാണോ, ജിജ്ഞാസ കൊണ്ടാണോ? പാവപ്പെട്ട തൊഴിലാളികൾ ഇത് അറിയാൻ കാത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവരെ അറിയിച്ചു കളയാന്ന് കരുതിയാണ് എയറിൽ നിന്ന് ഇത് പിടിച്ചെടുത്ത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞത് കൈരളി ചാനലുകാരോട് ചോദിക്കാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം നേരത്തെ കൈരളിയുടെ ഡയറക്ടറായിരുന്നു. കൈരളിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് തോമസ് ഐസക്. ഒരു CIDയെ മറ്റൊരു CID കുറ്റപ്പെടുത്തരുത് എന്ന പ്രമാണം ശ്രീനിവാസൻ സിനിമകളിൽ മാത്രമുള്ള കാര്യമായിട്ട് കാലം കുറയായി. ഒരു ചാനൽ മറ്റൊരു ചാനലിനെ കുറ്റപ്പെടുത്തരുത് എന്നൊന്നും ചാനൽ രംഗത്ത് അടുത്ത കാലത്തായി നിയമമില്ല. ഒരു ചാനൽ തൊഴിലാളി മറ്റൊരു ചാനൽ തൊഴിലാളിയെ കുറ്റപ്പെടുത്തിയാൽ വയറ്റപ്പിഴപ്പിന്റെ ഭാഗമായി കണ്ട് ക്ഷമിക്കാം. അതിനൊന്നും മറുപടി പറയാൻ പോയി മെനക്കെടേണ്ട കാര്യവുമില്ല. പക്ഷെ ഒരു ചാനൽ മുതലാളി മറ്റൊരു ചാനൽ മുതലാളിയെ കുറ്റപ്പെടുത്തിയാലോ എങ്ങനെ ക്ഷമിക്കും? മിസ്റ്റർ അച്യുതാനന്ദൻ, നിങ്ങൾ കൈരളി ചാനൽ വെച്ച് നോക്കിയാൽ മതി. അവിടെ കാണാം ഭൂട്ടാൻ സിക്കിം ലോട്ടറികളുടെ നറുക്കെടുപ്പ് ഓരോ ദിവസവും കേരളീയർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ തെളിവ് ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും അതിൽ സിക്കിം ഭൂട്ടാൻ ലോട്ടറികളുടെ നറുക്കെടുപ്പ്. അച്യുതാനന്ദൻ മാത്രം എന്താ കൈരളി കാണത്തില്ലേ? അച്യുതാനന്ദൻ എന്താ പീപ്പിള് കാണത്തില്ലേ? അതിനകത്താണ് ഈ ലോട്ടറി മുഴുവൻ വരുന്നത് എല്ലാ ദിവസവും. എന്നാ ലൈവാണ് കേരളം മുഴുവൻ കാണുന്നു. അച്യുതാനന്ദൻ മാത്രം കാണുന്നില്ല. ഇതിലുമൊക്കെ വലിയ വെല്ലുവിളിയാണ് മിമിക്രിക്കാരുടെ പരിഹാസം. വന്ന് ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയാവുകയാണ് ചാനൽ പ്രവർത്തകർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. കടലിൽ വീണ നെയ്യപ്പം മുക്കുവ പിള്ളേർ മുങ്ങിയെടുത്തു.
തട്ടാപ്പിള്ളേര് തട്ടിയെടുത്തു. വാർത്തകൾ വിശദമായി. അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്ക കൊത്തി കടലിലിട്ടു. പിന്നീടത് മുക്കുവപ്പിള്ളേർ മുങ്ങിയെടുത്തു. തുടർന്ന് തട്ടാപ്പിള്ളേർ തട്ടിയെടുത്തു. സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കരിഷ്മ ലൈനിലുണ്ട്. അയ്യപ്പൻ എന്നൊരാളുടെ അമ്മ ഇന്ന് നെയ്യപ്പൻ ചുടുകയുണ്ടായി. നെയ്യപ്പൻ ചുട്ട ശേഷം ഒരു കാക്കയെ നെയ്യപ്പം കൊത്തിക്കൊണ്ടുപോയി കടലിലിടുകയായിരുന്നു. തുടർന്ന് നെയ്യപ്പം മുക്കുവപ്പിള്ളാർ മുങ്ങിയെടുക്കുമ്പോൾ തട്ടാപ്പിള്ളാർ തട്ടിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? നെയ്യപ്പം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അയ്യപ്പൻ അവിടെ ഉണ്ടോ? അയ്യപ്പന്റെ അമ്മയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? പോലീസ് സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? ഒരു ലാത്തി ചാർജിന് സാധ്യതയുണ്ടോ? ആരൊക്കെയാണ് സ്ഥലത്തുള്ളത്? കരിഷ്മ, ഞാനിപ്പോൾ കടൽക്കരയിലാണ് നിൽക്കുന്നത്. തീരത്ത് വിശ്രമിക്കാനെത്തിയ സഞ്ചാരികളെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. സത്യത്തിൽ ഇത്ര ഭയങ്കരമായ സംഭവം നടന്ന കടൽക്കരയാണോ ഇതെന്ന് സംശയം തോന്നിപ്പിക്കും വിധം ശാന്തമാണിവിടം. പോലീസുകാരൊന്നും സ്ഥലത്തെത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് അയ്യപ്പൻ എന്നയാളുടെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തി കടലിലിട്ടത്. കടലിലിട്ട നെയ്യപ്പം മുങ്ങിയെടുത്ത് മുക്കുവപ്പിള്ളാരുടെ കയ്യിൽ നിന്ന് തട്ടാപ്പിള്ളാർ തട്ടിയെടുക്കുകയായിരുന്നു. വിജി ശിവ, അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ട സംഭവം വിവാദമായി മാറിയ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് എന്താണ് പ്രതികരണങ്ങൾ? അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്കക്കൊത്തതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. അയ്യപ്പന്റെ അമ്മ ആയതുകൊണ്ട് പ്രശ്നത്തിൽ ശബരിമല ദേവസ്വം ഇടപെടണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. അതേസമയം മുക്കുവത്തട്ടാൻ സമുദായക്കാരെ പ്രശ്നത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴക്കുകയാണെന്നും അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം കടലിലേക്ക് സ്വയം വലിച്ചെറിഞ്ഞതാവാനേ വഴിയുള്ളൂ എന്നുമൊക്കെ വിവിധ വാദങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും സംഭവത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീദേവി നമ്മോടൊപ്പം ചേരുന്നു. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ ഡൽഹിയിൽ നമ്മളോടൊപ്പമുള്ളത് ഇവിടെ 25 വർഷമായി നെയ്യപ്പം ഉണ്ടാക്കി വിൽക്കുന്ന കൊല്ലം സ്വദേശിയായ അയ്യപ്പൻ എന്ന ആളാണ്. തന്റെ അമ്മയിൽ നിന്നാണ് അയ്യപ്പൻ നെയ്യപ്പം ഉണ്ടാക്കാൻ പഠിച്ചത്. അയ്യപ്പൻ, എന്താണ് നെയ്യപ്പം നിർമ്മാണത്തിലേക്ക് തിരിയാൻ കാരണം? അത് പിന്നെ ഈ നെയ്യപ്പം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, നെയ്യപ്പം തിന്നാൽ 2 ഗുണമാണുള്ളത്. ഒന്ന്, പിന്നെ ഉണ്ണിയപ്പം തിന്നണ്ട. 2, കയ്യിലായ എണ്ണ കൊണ്ട് നമ്മുടെ മുടിയൊക്കെ മിനുക്കുകയും ചെയ്യാം. ഈ കാരണങ്ങൾ തന്നെയാണ് നെയ്യപ്പം നിർമ്മാണത്തിലേക്ക് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ട സംഭവത്തിന്റെ ഇതുവരെയുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. രാവിലെ 9 അയ്യപ്പന്റെ അമ്മ തന്റെ വീട്ടിൽ നെയ്യപ്പം ചുടുന്നു. 9:05 മരക്കൊമ്പിലിരിക്കുന്ന കാക്ക നെയ്യപ്പം ലക്ഷ്യമാക്കി പറക്കുന്നു. 9:06 കാക്ക നെയ്യപ്പം കൊത്തിപ്പറക്കുന്നു. 9:07 കടലിന് മുകളിലെത്തുന്ന കാക്ക നെയ്യപ്പം താഴേക്കിടുന്നു. തുടർന്ന് നടന്ന സംഭവങ്ങളുടെ കാര്യത്തിൽ അവ്യക്തതയും വിവാദങ്ങളും തുടരുകയാണ്. ആർക്ക് വേണ്ടിയാണ് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടത്? എത്ര നെയ്യപ്പം ചുട്ടു? നെയ്യപ്പം കൊത്തി എന്ന് പറയുന്ന കാക്കയും അയ്യപ്പന്റെ അമ്മയും തമ്മിൽ എന്താണ് ബന്ധം? തുടങ്ങി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ വലിയൊരു നിര തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഈ സമയത്ത് കൂടുതൽ ചർച്ചകൾക്കായി നമ്മുടെ വിദഗ്ധ പാനൽ തയ്യാറായി കഴിഞ്ഞു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അതുവരെ ഈ സംഭവത്തെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. SMS അയക്കേണ്ട ഫോർമാറ്റ് അയ്യപ്പ സ്പേസ് അമ്മ സ്പേസ് അയ്യപ്പ സ്പേസ്. മറ്റു ചിലർ സഹതാപം നടിച്ച് പണിയെടുക്കുന്നവരെ വിഷമിപ്പിക്കും. പണിയെടുത്ത് തളരരുതേ എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കും. ആ കണ്ണുനീരിനെ അതിജീവിക്കുക എന്നതും ചാനൽ പ്രവർത്തകരുടെ വലിയൊരു വെല്ലുവിളിയാണ്. ഈ ചാനൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ജോലികളായിട്ട് മാറും കേട്ടോ. ഈ വാർത്തയ്ക്ക് വേണ്ടി മത്സരം കാരണം ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി മത്സരിച്ചിട്ട് ചാനലുകാരുടെ ആരോഗ്യം പോകും എല്ലാവരുടെയും. അത് നിങ്ങൾ ഒരു കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. കാര്യം ഞാൻ ഡൽഹിയിലൊക്കെ എനിക്ക് വലിയ ചെറുപ്പക്കാർ പോലും ഒരു 3-4 വർഷം കൊണ്ട് ചാനലിൽ പോയെല്ലാം ഹെൽത്ത് കൊണ്ട് ഡിറ്റീരിയേറ്റ് ചെയ്യാം. ജനറലായിട്ട് പറയും ചാനലിൻ്റെ വർക്ക് ഭയങ്കരമാണ്. പ്രിന്റ് മീഡിയ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരല്ലേ. പ്രിന്റ് മീഡിയ പണ്ടത്തെ കിട്ടാൻ സാധനം ഇപ്പോൾ ഇല്ലല്ലോ. ഇത്രയും പറഞ്ഞത് ചാനൽ തുടങ്ങാനിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ അല്ല. അല്ലെങ്കിലും ഇതൊക്കെ കണ്ടിട്ടും പിന്തിരിയാൻ ആരും തയ്യാറുമല്ല. ഞാൻ വളരെ ആത്മാർത്ഥത്തോട് പറയാം, ഒരു ചാനൽ തുടങ്ങണമെന്ന് എൻ്റെ ആത്മാർത്ഥമായി ആഗ്രഹമുണ്ട്. ഇതിനെ വിളിച്ചു നോക്കുന്നത്, പക്ഷേ അത് ചില്ലറയില്ല പിന്നെ. അതുകൊണ്ട് നോക്കട്ടെ. അതെ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. ഇന്നാലും ഞങ്ങളെല്ലാം കൊണ്ട്. പിന്നെ കേരളാവാസിൻ്റെ കുറേ ആളുകളുണ്ട്, സമ്പന്നന്മാർ ഒത്തിരി ഉണ്ടെന്ന്. ഇവരെല്ലാം ചോദിച്ചിട്ട് എല്ലാ പാർട്ടിയും തുടങ്ങാൻ പിന്നെ നമ്മളും തുടങ്ങേണ്ടി വരും. അങ്ങനെ പിന്നെ മോശം. എല്ലാ ചാനൽ പ്രതീക്ഷകളും പൂവണിയട്ടെ. ചാനൽ വൈവിധ്യത്തിൽ രാജ്യം കോരിത്തരിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.